ഹായ് ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് Node.js എങ്ങനെ MongoDB ആയിട്ട് കണക്ട് ചെയ്യാനാണ്. സോ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളൊരു ടെർമിനൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഗൈസ്. ഓക്കെ, അത് ജസ്റ്റ് ഞാൻ ഫയൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ അകത്തും ടെർമിനലിൻ്റെ ഉള്ളിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ആദ്യം index.js എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് npm init അടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഡിപ്പെൻഡൻസി ഫയൽസൊക്കെ ഞാൻ ആദ്യം ജസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ npm install i, ഓക്കെ, ദെൻ എക്സ്പ്രസ് പിന്നെ Mongoose. ഓക്കെ, ഈ രണ്ട് ഫയലാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ രണ്ടും ആദ്യം ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഈ എക്സ്പ്രസ്സും മോങ്കൂസും വെച്ച് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അഡ്വാൻസ് ലെവലിൽ EJS ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ജസ്റ്റ് എന്നിട്ട് കോഡ് ഡോട്ട് എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ആവുന്നതാണ്. എന്നിട്ട് index.jsലേക്ക് വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ജസ്റ്റ് ഫസ്റ്റ് ബേസിക് എക്സ്പ്രസ് കോഡ് നമുക്ക് എഴുതാം. അതിനായിട്ട് കോൺസ്റ്റ് എക്സ്പ്രസ് ഈസ് ഈക്വൽ ടു റിക്വയർ എക്സ്പ്രസ്, പിന്നെ നമുക്ക് കോൺസ്റ്റ് മോങ്കൂസ് ഈസ് ഈക്വൽ ടു റിക്വയർ മോങ്കൂസ്, ദെൻ കോൺസ്റ്റ് ആപ്പ് ഈസ് ഈക്വൽ ടു എക്സ്പ്രസ് ആ ഫംഗ്ഷൻ പോലെ എഴുതാം. ദെൻ അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ എക്സ്പ്രസ് സംഭവം കിട്ടുന്നതായിരിക്കും. ദെൻ നമുക്കത് ഒരു സെർവറായിട്ട് നമ്മുടെ ഡിവൈസിനെ സെർവറായിട്ട് കണക്ട് ചെയ്യണം. സോ അതിനായിട്ട് നമുക്ക് app.listenൽ ഞാൻ പോർട്ട് 3000ൽ ദെൻ ഞാനൊരു കൺസോൾ ലോഗിയാണ് കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ സെർവർ കണക്റ്റഡ് പോർട്ട് 3000 എന്നൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, നമുക്കിങ്ങനെ കൊടുക്കാം. ദെൻ നമുക്ക് app.getൽ നമുക്ക് ജസ്റ്റ് ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യുന്ന പോലെ സംഭവം എഴുതിയിടാം. ഓക്കെ, app.get പിന്നെ സ്ലാഷ് ഇടുക, എന്നിട്ട് റിക്വസ്റ്റ് റെസ്പോൺസ്, ദെൻ response.send നമ്മുടെ ഹലോ. ഓക്കെ, ദെൻ നമുക്ക് റൺ ചെയ്യുമ്പോൾ ഹലോ എന്ന് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇനി മോങ്കൂസ് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനിയാണ് മെയിൻ സ്റ്റെപ്സ്. ഓക്കെ, ഇത് ജസ്റ്റ് നോക്കിയിരിക്കാം. ആദ്യം നമുക്ക് മോങ്കൂസ് കണക്ട് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് mongoose.connect എന്ന് അടിച്ചിട്ട് നമുക്കിവിടെ ഒരു URL പേസ്റ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്കിവിടെ MongoDB കോമ്പസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് നമുക്കിവിടെ ഒരു ഹൈപ്പർ ടെർമിനൽ, നമ്മുടെ മുമ്പത്തെ ടെർമിനലിൽ Mongoose എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് വയ്ക്കാം. ഓക്കെ, രണ്ടും നമ്മുടെ ഡിഫറൻസ് ഞാൻ കാട്ടിത്തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു URL ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു URL ഉണ്ട്. ഒരെണ്ണത്തിൽ ലോക്കൽ ഹോസ്റ്റ് എന്നാണ് എടുക്കുന്നത്, ഒരെണ്ണത്തിൽ കുറച്ച് IP അഡ്രസ്സാണ് എടുക്കുന്നത്. ഓക്കെ, ഈ രണ്ടും കൊടുക്കുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. സോ ഞാനിവിടെ നമ്മുടെ Mongoose എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് ആദ്യം തന്നെ ലോക്കൽ ഹോസ്റ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ, ദെൻ നമുക്കൊരു DB നെയിം കൊടുക്കണം, അതായത് നമ്മുടെ ഡാറ്റാബേസിൻ്റെ പേര് കൊടുക്കണം. ഞാനിവിടെ എന്തെങ്കിലും ഒരു ഡാറ്റാബേസിൻ്റെ പേര് കൊടുക്കുന്നുണ്ട്. ദെൻ ഈ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ കോഡൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്യാം. അതായത് ഇത് ചെക്ക് ചെയ്യാനുള്ള കോഡാണ്, ഇച്ചിരി ലെങ്തി കോഡാണ്, അതുകൊണ്ടാണ് ഞാൻ കോപ്പി ചെയ്യുന്നത്. സോ ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പ് കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കണക്റ്റായി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോഡ് index.js എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ പോർട്ടിൽ റൺ ആവുന്നുണ്ട്, ബട്ട് കണക്റ്റ് ആയിട്ടില്ല കേസിക്ക്. അപ്പോൾ അത് ഈ ലോക്കൽ ഹോസ്റ്റ് കൊടുത്തുകൊണ്ടാണ് കണക്റ്റ് ആവുന്നത്. ചില ഡിവൈസുകളിൽ കണക്റ്റ് ആവില്ല. അതിന് മുമ്പ് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നു, ഇപ്പോൾ എന്താണോ കണക്റ്റ് ആവുന്നില്ല. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ Mongoose മറ്റു സംഭവം ഉണ്ടല്ലോ, അതിൽ ഈ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞ് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ കണ്ടൊരു IP അഡ്രസ്സ് ഉണ്ടല്ലോ, അതായത് ഈ സംഭവം ഇത് ജസ്റ്റ് അടിച്ചു കൊടുക്കുക, 127.0.0.1 ആ സംഭവം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. എന്നിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും, കണക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാട്ടുന്നതായിരിക്കും. നമുക്കൊരു ഇനി സ്കീമ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒരു ബേസിക് സ്റ്റെപ്പാണ്. ഇത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ് ബേസിക്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു യൂസർ സ്കീമ എന്ന് പറഞ്ഞിട്ടൊരു കോൺസ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ന്യൂ mongoose.schema എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള സ്കീമ എന്ന് വെച്ചൊരു മോഡലാണ് കേസ്. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാവണമെന്നാണ്, ആ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അതായത് എനിക്ക് വേണ്ടത് നെയിമും വേണം, ഏജും വേണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം, അതായത് ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം ഇപ്പോൾ സ്കീമ ക്രിയേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇനി മോഡൽ ക്രിയേറ്റ് ചെയ്യണം. ഈ കുറച്ച് സ്റ്റെപ്പുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഇത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അതാണ് ഈ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ Mongoose ഭയങ്കര അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനായിട്ട് കോൺസ്റ്റ് ഞാൻ ഇവിടെ യൂസർ മോഡൽ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ന്യൂ mongoose.model എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കളക്ഷൻ്റെ പേര് പ്ലസ് നമ്മുടെ സ്കീമ കൊടുക്കാം. ഓക്കെ, യൂസർ സ്കീമ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്കിവിടെ സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഒരു ഡാറ്റ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അതിനായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ app.getലുണ്ടല്ലോ, ഗെറ്റ് വിളിക്കുമ്പോഴല്ലേ നമുക്ക് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ app.getൽ വന്നിട്ട് കോൺസ്റ്റ് യൂസർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ന്യൂ
മറ്റേ യൂസർ മോഡൽ ഉണ്ടല്ലോ അത് കൊടുക്കുക. ദെൻ നമുക്ക് കേരളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മറ്റേ പാരന്തസിസ് ഓപ്പൺ ചെയ്ത് കേരളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് നെയിം ഇസിക്വൽ ഞാൻ ഇപ്പോൾ സഞ്ജയ്ന്ന് മെയ്ജ് 17 ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഡെമോ ഒരു ജസ്റ്റ് ഒരു ഡമ്മി ഡാറ്റ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് user.save എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് റൺ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാ ബേസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ആ പേജിൽ പോയിട്ട് ജസ്റ്റ് റീഫ്രഷ് അടിച്ചോളൂ. മറ്റേ നമ്മുടെ ക്രോമിൽ പോയിട്ട് റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവം ക്രിയേറ്റ് ആയിട്ട് അങ്ങനെ ഒരു ഡാറ്റ വന്ന് കാണാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഇനി വേറൊരു രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഞാനിവിടെ അസിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ആക്കുകയാണ് ആ റിക്വസ്റ്റിന് മുമ്പിൽ. ഓക്കെ, ദെൻ നമുക്ക് കോൺസ്റ്റന്റ് ഡാറ്റ ഈസ് ഈക്വൽ ടു അവൈറ്റ് കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അസിങ്ക് അവൈറ്റ് അറിയുന്നവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. യൂസർ മോഡൽ ഡോട്ട് ക്രിയേറ്റ് എന്ന് അടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് നെയിം കൊടുക്കണം, അതുപോലെ ഏജും കൊടുക്കണം. ഓക്കെ, ജസ്റ്റും കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഡാറ്റ കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം, എന്താ കിട്ടണമെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ പേജിൽ വന്നിട്ട് ജസ്റ്റ് ഞാൻ index.js ഒന്ന് റൺ ചെയ്യിപ്പിച്ചിട്ട് ക്രോമിലൊന്ന് ജസ്റ്റ് റീഫ്രഷ് അടിച്ചിട്ട് ഇവിടെ ഒന്ന് റീഫ്രഷ് അടിക്കുമ്പോൾ നമ്മുടെ ഡാറ്റ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിളാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ആ ഡാറ്റ എടുത്ത് കളഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. കോൺസ്റ്റന്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ക്യാച്ച് വെച്ചിട്ട് അതിൻ്റെ എറർ വേണമെങ്കിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ നമുക്കിങ്ങനെ മൾട്ടിപ്പിൾ ഡാറ്റാസൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫൈൻഡ് ചെയ്യുന്നത് ഞാൻ കാട്ടിത്തരാം. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് മാറ്റിയിട്ട് ജസ്റ്റ് ഫൈൻഡ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഫൈൻഡ് എന്ന് കൊടുക്കാം. ദെൻ നമുക്ക് ലോഗ് ചെയ്ത് വെക്കാം ഡാറ്റ. ഓക്കെ, കൺസോൾ ലോഗ് ചെയ്യാം. ഓക്കെ, ഡാറ്റ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് സെർവർ ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിനി സെർവർ റീസ്റ്റാർട്ട് ചെയ്യണം ഭയങ്കര പണിയല്ല. അപ്പോൾ നമുക്കിനി നോഡ് മോൺ എന്ന് പറഞ്ഞൊരു മോഡ്യൂളുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് npm ഇൻസ്റ്റാൾ നോഡ് മോൺ എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഓക്കെ, ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് കുറേ ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നോഡ് മോണിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോഡ് മോൺ index.js എന്ന് അടിച്ച് കഴിഞ്ഞാൽ ആ സംഭവം റൺ ആകുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മുടെ ക്രോമിൽ വന്നിട്ട് ജസ്റ്റ് റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ നമ്മുടെ ഡാറ്റാസൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. response.sendൽ ഡാറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ JSON ഫോർമാറ്റിൽ ഡാറ്റ കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ API കോളിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈ സംഭവങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അപ്ഡേറ്റ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഫൈൻഡ് വൺ ആൻഡ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വെച്ചിട്ടാണ്, അതായത് എന്ത് വെച്ചിട്ടാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്കിപ്പോൾ നെയിമിൻ്റെ ഒരു ഇതിലാണ്, പിന്നെ എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഏജാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ ഏജ് മാറ്റി കൊടുക്കുക. അതിന് ഇവിടെ ഞാൻ 17 മാറ്റി 18 കൊടുത്തപ്പോൾ 18 ആയിട്ടുണ്ട്. ദെൻ നമുക്ക് ഫൈൻഡ് വൺ ആൻഡ് ഡിലീറ്റ് കൊടുക്കാം. ഓക്കെ, ഡിലീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ആ നെയിം മാത്രം കൊടുത്താൽ മതി ഏത് പേരാണ് ഡിലീറ്റ് ആവേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പേര് തന്നെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ സംഭവമാണ്. MongoDB Node.js ഒക്കെ കണക്ട് ചെയ്ത് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.